ആപത്തുകൾ രോഗങ്ങളും നഷ്ടങ്ങളും എന്നെ ജയിക്കയില്ല. എന്റെ അധ്വാന ഫലം ഞാൻ തന്നെ അനുഭവിക്കും. എന്റെ അധ്വാന ഫലം ഞാൻ തന്നെ അനുഭവിക്കും. ഞാനും എൻ കുടുംബവുമോ യേശുവെ ആരാധിക്കും. തൻ വചനം അനുസരിക്കും, മാതൃകയായി ജീവിക്കും. ഞാനും എൻ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 6-ാം അധ്യായം 26-ാമത് വാക്യം ഇങ്ങനെ വായിക്കുന്നു: വാക്കുകളെ ആക്ഷേപിപ്പാൻ വിചാരിക്കുന്നുവോ? ആശയറ്റവൻ്റെ വാക്കുകൾ കാറ്റിനു തുല്യമത്രേ എന്നുള്ള പ്രസ്താവനയാണ്. ഇയ്യോബ് പറയുകയാണ്, ആശയറ്റവൻ്റെ വാക്കും ആശയുള്ളവൻ്റെ വാക്കുകളും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും നിങ്ങളുടെ വാക്കുകളെല്ലാം കാറ്റിനു തുല്യമായതും ആശയറ്റവൻ്റെ വാക്കുകളാണെന്നും ഓർപ്പിക്കുമ്പോൾ തന്നെ ഇയ്യോബിന് വളരെ കൃത്യമായി അറിയാമായിരുന്നു തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നതെല്ലാം നഷ്ടമായി. ഇന്നലകളിലെ പ്രതാപമുള്ള ജീവിത പശ്ചാത്തലത്തിലേക്ക് താൻ ഇനി മടങ്ങി വരുമോ എന്ന് തനിക്കറിയില്ല എങ്കിൽ പോലും തൻ്റെ നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ആഴമായി തനിക്കുണ്ടായിരുന്നതുകൊണ്ട് ആശയറ്റവനായിട്ടല്ല, ആശയുള്ളവനായി തൻ്റെ ജീവിതത്തിൻ്റെ ദിനരാത്രങ്ങൾ മുൻപോട്ട് കഴിക്കുമ്പോൾ തന്നെ തൻ്റെ അരികിലേക്ക് കടന്നു വന്നവരുടെ വാക്കുകൾ ആശയറ്റവരുടെ വാക്കുകളായിട്ടാണ് ഇയ്യോബിൻ്റെ കാതുകൾക്കകത്ത് വന്നെത്തിയത്. 5 അപേക്ഷകൾ ഇയ്യോബ് അവരോട് ഓർപ്പിക്കുന്നുണ്ട്. 1, എന്നെ തനിച്ച് വിടുന്നതിൽ സംതൃപ്തരാകുവീൻ. എന്നെ നിങ്ങളൊന്ന് തനിച്ചിരിപ്പാൻ അനുവദിക്ക് എന്ന് ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആശയറ്റ വാക്കുകൾ, നെഗറ്റീവായ വാക്കുകൾ പറയണ്ട, എന്നെ വിട്ട് നിങ്ങൾ പോകുമോ എന്ന് ചോദിക്കുകയാണ്. 2, എന്നെ നോക്കുക, ഞാൻ പോഷ്ക്ക് പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ അത് കാണുവാൻ കഴിയുമല്ലോ. ഞാൻ പറഞ്ഞ വാക്കുകളൊന്നും മാറ്റിപ്പറഞ്ഞ വാക്കുകളല്ല, അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്നോർപ്പിക്കുകയാണ്. 3 പറയുകയാണ്, എൻ്റെ വാദത്തിലേക്കൊന്നുകൂടെ നോക്കുവീൻ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒന്നുകൂടെ പരിശോധിച്ചു നോക്ക് എന്നോർപ്പിക്കുന്നുണ്ട്. 4 പ്രസ്താവന, എൻ്റെ വാദത്തിലേക്ക് നോക്കുന്നത് പാപമെന്ന് കണക്കാക്കുകയുമരുത്. നിങ്ങൾ അങ്ങനെ വേണ്ട എന്ന് വിചാരിച്ചു പോകരുത്, നിങ്ങൾ അത് ശ്രദ്ധിച്ചു നോക്കണം. 5 താൻ പറയുകയാണ്, വീണ്ടും എൻ്റെ വാദത്തിലേക്ക് നോക്കുവീൻ, കാരണം അതിൽ എൻ്റെ നീതി ന്യായം തെളിയിക്കുവാനായിട്ടെനിക്കുണ്ട് എന്നും ഓർപ്പിക്കുകയാണ്. എൻ്റെ വാക്കുകളൊന്നും ആശയറ്റവൻ്റെ വാക്കുകളല്ലെന്നും ഞാൻ പ്രതീക്ഷയോടെയാണ് ഓരോ ദിവസങ്ങളുമായിരിക്കുന്നതെന്നും ഇയ്യോബ് പറയുമ്പോൾ തൻ്റെ അരികിലേക്ക് കടന്നു വന്നവരുടെ വാക്കുകൾ ഇയ്യോബിന് ഗുണകരമല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ എന്നെ വിട്ടു പോകുമോ, എന്നെ തനിച്ചൊന്നിരിക്കാൻ അനുവദിക്കുമോ എന്ന് ചോദിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ, ജീവിതത്തിൻ്റെ ചില പ്രതികൂല സാഹചര്യങ്ങളിൽ ആശയറ്റ വാക്കുകളുമായി ആളുകൾ നമ്മുടെ അരികത്തേക്ക് കടന്നു വരുമ്പോൾ അവരുടെ വാക്കുകൾ കേട്ട് ആശയറ്റവരായി തീരുകയല്ല, ആശയുള്ളവരായി നമ്മുടെ ജീവിതം മുൻപോട്ട് കഴിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ മഹത്വവും വിടുതലും നമുക്ക് കാണുവാൻ കഴിയും. ആകയാൽ ആശയറ്റവൻ്റെ വാക്ക് കേട്ട് ക്ഷീണിച്ചു പോകുകയല്ല,
ആശയോടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് കഴിക്കാൻ നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, ഞങ്ങൾ കേൾക്കുന്ന വാക്കുകൾ ആശയറ്റ വാക്കുകളാകാം. എന്നാൽ ഞങ്ങൾ ദൈവത്തിൽ പ്രത്യാശ വെച്ച് ആശയോടെ ഇയ്യോബ് ജീവിതത്തിൽ മുൻപോട്ട് പോയതുപോലെ ഞങ്ങളുടെയും ക്രിസ്തീയ ജീവിതത്തിൽ ഞങ്ങൾക്ക് മുൻപോട്ട് പോകുവാനും ഒരു വിടുതൽ അനുഭവിപ്പാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഈ ദൈവവചന ചിന്ത കേൾക്കുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.